വഖഫ് നിയമ ഭേദഗതിക്ക് ലോക്സഭയുടെ അനുമതി. കേരളത്തിൽ നീറുന്ന വിഷയം മുനമ്പത്തിന് ആശ്വാസം. ഇടത് UDF പക്ഷത്തെ 19 MP-മാരും എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ഏക വോട്ടാണ് മുനമ്പംകാർക്ക് ആശ്വാസമായത്. ക്ഷേത്രം, ക്രിസ്ത്യൻ ആരാധനാലയം, ആദിവാസി ഭൂമി, പുരാവസ്തു, സർക്കാർ ഭൂമി ഇതൊന്നും വഖഫ് ഭൂമി ആകില്ലെന്ന ബില്ല് ഇന്ന് രാജ്യസഭയും കടന്ന് രാഷ്ട്രപതിയുടെ മേശപ്പുറത്ത് എത്തുന്നതോടെ വഖഫ് എന്ന നിലവിലെ സംവിധാനം തുടച്ചു നീക്കപ്പെടുകയാണ്. ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 2 അമുസ്ലിങ്ങളായ ആളുകളും ഉണ്ടാകും. തർക്കങ്ങളിൽ തീരുമാനം ജില്ലാ കളക്ടർ എടുക്കും. നിലവിലെ കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത വഖഫ് ബോർഡിന്റെ ഏറ്റവും വലിയ അധികാരമാണ് ഇതോടെ ഇല്ലാതെയായത്. വ്യാഴാഴ്ച രാവിലെ ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസായി. 12 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചയിൽ സർക്കാരും പ്രതിപക്ഷവും അർദ്ധരാത്രി വരെ വാദപ്രതിവാദങ്ങൾ നടത്തി. പ്രതിപക്ഷം അതിശക്തമായി ഇതിനെ എതിർത്തെങ്കിലും സർക്കാരിന്റെ സംഖ്യാബലമാണ് അവസാന വാക്ക്. പുലർച്ചെ 2 മണിയോടെ 232-നെതിരെ 288 വോട്ടുകൾക്ക് ബിൽ പാസായി. 1995 വഖഫ് നിയമമാണ് ഇതോടെ ഇല്ലാതെയാകുന്നത്. ET മുഹമ്മദ് ബഷീർ, KC വേണുഗോപാൽ, K സുധാകരൻ, NK പ്രേമചന്ദ്രൻ, K രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ 100-ലേറെ ഭേദഗതികൾ കൊണ്ടുവന്നെങ്കിലും ഇവയൊക്കെ തള്ളി. ഇന്ന് വൈകിട്ടോടെ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന നിർദ്ദിഷ്ട നിയമനിർമ്മാണം രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ നിലവിൽ വരും. ഇതോടുകൂടി നിലവിലെ വഖഫ് തുടച്ചു നീക്കപ്പെടും. വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 1995 നിയമം ഇല്ലാതെയാകും. മാത്രവുമല്ല, ഇനി മുതൽ കേന്ദ്ര വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡുകളിലും 2 അമുസ്ലിം അംഗങ്ങളെ നിർബന്ധമായും ഉൾപ്പെടുത്തുകയും ചെയ്യും. നിർദ്ദിഷ്ട നിയമപ്രകാരം വഖഫ് എന്ന് തിരിച്ചറിയപ്പെടുന്ന സർക്കാർ സ്വത്ത് അതിൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് ഇല്ലാതാകുകയും ചെയ്യും. ഭേദഗതിയിലെ പ്രധാന ഭാഗങ്ങൾ ഇവയൊക്കെയാണ്. വഖഫ് ഭേദഗതി ബിൽ അനുസരിച്ച് ഏതെങ്കിലും നിയമപ്രകാരം മുസ്ലിങ്ങൾ സൃഷ്ടിക്കുന്ന ട്രസ്റ്റുകൾ ഇനി വഖഫായി കണക്കാക്കില്ല. മുസ്ലിങ്ങൾ കുറഞ്ഞത് 5 വർഷത്തേക്ക് മാത്രമേ അവരുടെ സ്വത്ത് വഖഫിനായി സമർപ്പിക്കാൻ കഴിയൂ എന്ന് അതിൽ പറയുന്നുണ്ട്. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അനാഥർ എന്നിവർക്കായി പ്രത്യേക വ്യവസ്ഥകളോടെ വഖഫ് പ്രഖ്യാപനത്തിന് മുമ്പ് സ്ത്രീകൾക്ക് അവരുടെ അനന്തരാവകാശം ലഭിച്ചിരിക്കണം. കലക്ടർ റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വഖഫ് ആയി അവകാശപ്പെടുന്ന സർക്കാർ സ്വത്തുകൾ അന്വേഷിക്കണമെന്നും ബിൽ നിർദ്ദേശിക്കുന്നുണ്ട്. തർക്കങ്ങളുണ്ടായാൽ ഒരു സ്വത്ത് വഖഫിൻ്റെതാണോ സർക്കാരിൻ്റെതാണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും. വഖഫ് ട്രൈബ്യൂണലുകൾ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന നിലവിലുള്ള സംവിധാനത്തെ ഇത് മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. കൂടാതെ കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളിൽ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ബിൽ നിർദ്ദേശിക്കുന്നു.